മുർഷിദാബാദ് കലാപം പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രത്തോടുള്ള പകരം വീട്ടൽ എന്ന വിവരങ്ങൾ പുറത്ത്. പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ നടക്കുന്ന കലാപത്തിനു പിന്നിൽ SDPI എന്ന് ബംഗാൾ പോലീസ്. കലാപം ആസൂത്രിതം. വഖഫ് നിയമം മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രം. അത്തരത്തിലൊരു പ്രചാരണം നടത്തി SDPI കലാപം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പ്രദേശത്ത് പ്രകോപനപരമായ പ്രചാരണം നടത്തുന്നുണ്ടെന്നും വിവരങ്ങൾ. വഖഫ് നിയമം ഉപയോഗിച്ച് SDPI അംഗങ്ങൾ മേഖലയിലെ യുവാക്കളെ പ്രകോപിപ്പിക്കുന്നു, വീട് തോറും പ്രചാരണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് നിരോധിത സിമി ഗ്രൂപ്പിന്റെ ആസ്ഥാനമായിരുന്നു മുർഷിദാബാദ് എന്ന ഈ പ്രദേശം. സിമി വിട്ട് ഒരുപാട് പേർ PFIയിൽ ചേർന്നുവെന്നും ഇപ്പോൾ SDPIയുമായി ബന്ധമുണ്ട് എന്നും പോലീസ് പറയുന്നു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തെ തുടർന്ന് കലാപബാധിതമായ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ കൂടുതൽ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലാപം ആസൂത്രിതമെന്നും SDPIക്ക് ഇതിൽ പ്രധാന പങ്കുണ്ട് എന്നുമാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം കലാപബാധിത മേഖലകളിൽ നിന്ന് ആളുകൾ കൂട്ടമായി ഒഴിഞ്ഞു പോവുകയാണ്. പ്രദേശത്ത് ഇന്റർനെറ്റ് നിരോധനമുണ്ട്. മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നത് എന്ന് SDPI പ്രചാരണം നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പ്രദേശത്ത് SDPI പ്രകോപനപരമായ പ്രചാരണം നടത്തുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചു. വഖഫ് നിയമം ഉപയോഗിച്ച് SDPI അംഗങ്ങൾ മേഖലയിലെ യുവാക്കളെ പ്രകോപിപ്പിച്ച് വീടുതോറും പ്രചാരണം നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വഖഫ് നിയമത്തിന് എതിരായി ആരംഭിച്ച പ്രതിഷേധം അക്രമാസക്തമായി മാറുകയായിരുന്നു. വെള്ളിയാഴ്ച വിശ്വാസികൾ ഒന്നിക്കുന്ന അവസരത്തിൽ ഈ അവസരം മുതലെടുത്ത് SDPIയുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായ സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിനായി SDPI കാത്തിരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിനായി വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച് യുവാക്കൾക്കിടയിൽ പ്രകോപനപരമായ പ്രചാരണം നടത്തിയെന്നും പോലീസ് കണ്ടെത്തി. സംഘർഷവുമായി ബന്ധപ്പെട്ട് 160ഓളം പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. 3 പേരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. മുർഷിദാബാദിലെ സഷേർഗഞ്ച് പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് കേന്ദ്ര സേനയും വിന്യസിച്ചു. ബംഗാളിന് പുറമെ ത്രിപുരയിലും അസമിലും വഖഫ് ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിൽ നടന്ന പ്രതിഷേധ റാലിക്കിടെ ഉണ്ടായ കല്ലേറിൽ 18 പേർക്കാണ് പരിക്കേറ്റത്. പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിക്കേറ്റവർ. സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി ചാർജ് നടത്തുകയും ചെയ്തതോടെ പ്രതിഷേധ റാലിയിൽ സംഘർഷം ആരംഭിക്കുകയായിരുന്നു. കോൺഗ്രസ് ഉനക്കോട്ടി ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ബദ്രുസമാൻ നേതൃത്വം നൽകിയ പ്രതിഷേധ റാലിക്കിടെയാണ് സംഘർഷം നടന്നത്. വഖഫ് ഭേദഗതിക്കെതിരെ അസമിൽ നടന്ന പ്രതിഷേധ റാലിയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ആരുടെയും അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. പശ്ചിമ ബംഗാളിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമാണ്. ഏറ്റവും കൂടുതൽ അക്രമബാധിത ജില്ലയായ മുർഷിദാബാദിലെ ധൂലിയനിൽ നിന്ന് ഏകദേശം 500ഓളം ഹിന്ദുക്കൾ പലായനം ചെയ്തുവെന്നാണ് വിവരങ്ങൾ. ഇവരെല്ലാം നദി മുറിച്ചു കടന്ന് മാൽഡയിലെ വൈഷ്ണവ് നഗറിലുള്ള ഒരു സ്കൂളിൽ അഭയം തേടിയിരിക്കുകയാണ്. ഞങ്ങളുടെ വീടുകൾ ഇസ്ലാമിസ്റ്റുകൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തു എന്നിവർ പറയുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും തങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ഇവർ അഭ്യർത്ഥിക്കുകയാണ്. അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് പശ്ചിമ ബംഗാളിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളിൽ 1600-ലധികം സൈനികരെ കേന്ദ്ര സർക്കാർ വിന്യസിച്ചിരിക്കുന്നത്. അതിൽ 300ഓളം പേർ BSF സൈനികരാണ്. ശനിയാഴ്ച മുർഷിദാബാദ്, നോർത്ത് 24 പർഗനാസ്, ഹൂഗ്ലി, മാൾഡ തുടങ്ങിയ ജില്ലകളിലാണ് അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ നടന്നത്. കലാപകാരികൾ നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു. ഇതോടൊപ്പം കടകളിലും വീടുകളിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായി. സംഭവങ്ങളിൽ ഇതുവരെ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 10-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. ബംഗാളിൽ കലാപബാധിതമായ മുർഷിദാബാദ് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ 5 കമ്പനി BSF ജവാന്മാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാവുകയാണ്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 150 കവിഞ്ഞു. ഇവിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ഇന്റർനെറ്റ് സേവനം നിർത്തിവെച്ചു. പ്രശ്ന മേഖലകളിൽ കേന്ദ്രസേനയെ നിയോഗിക്കാൻ ശനിയാഴ്ച തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതോടെയാണ് BSF രംഗത്ത് ഇറങ്ങിയത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.